നമസ്കാരം. മനുഷ്യജീവിതങ്ങളെ കണക്കുകളുടെ കളിയായി ചുരുക്കുന്ന ശക്തി എന്ന വാക്കിനെ യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും ശബ്ദത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒരു ഭരണകൂടത്തിന്റെ മുഖമാണ് ട്രംപ്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ സൈനിക നീക്കം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഒടുവിൽ പുറത്തുവരുന്നത്. ഇറാനെ ആക്രമിച്ചാൽ അത് ഇസ്രായേലിനെതിരായ വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന ഭയമാണ് നെതന്യാഹു പങ്കുവച്ചത്. പ്രതിഷേധക്കാരെ കൊല്ലുന്നത് ഇറാൻ ഭരണകൂടം നിർത്തിയതായി തനിക്ക് മറുഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഉറവിടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറയുന്നതിന് തൊട്ടു മുൻപ് ബുധനാഴ്ചയായിരുന്നു നെതന്യാഹുവുമായുള്ള ഈ സംഭാഷണം. ഇറാനെ ആക്രമിക്കണമോ വേണ്ടയോ എന്ന ചർച്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പിന് തുടർന്ന് ട്രംപ് താൽക്കാലികമായി സൈനിക നീക്കം ഒഴിവാക്കിയെന്ന വാർത്ത ട്രംപിന്റെ നേതൃത്വത്തിന്റെ പൊള്ളത്തരമാണ് വീണ്ടും പുറത്തു കൊണ്ടുവരുന്നത്. ട്രംപിന്റെ വിദേശ നയം ഒരിക്കലും ആഗോള സമാധാനത്തെ ലക്ഷ്യമിട്ടതായിരുന്നില്ല. അത് ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും നയമായിരുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്നത് അമേരിക്കൻ അഹങ്കാരത്തിന്റെ ഒരു ക്രൂര രൂപമാണ്. മറ്റു രാജ്യങ്ങളുടെ സ്വതന്ത്രതയെ അവഗണിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര ചട്ടങ്ങളെയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം. ഇറാൻ വിഷയത്തിൽ ട്രംപ് സ്വീകരിച്ച നിലപാടുകളുടെ ഏറ്റവും അപകടകരമായ ഉദാഹരണങ്ങളാണ്. ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതും ഉപരോധങ്ങളിലൂടെ ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചതും മിഡിൽ ഈസ്റ്റിനെ വീണ്ടും യുദ്ധത്തിന്റെ തീപ്പൊരികളിലേക്ക് തള്ളിവിടാനുള്ള ശ്രമങ്ങളുമെല്ലാം ട്രംപിന്റെ രാഷ്ട്രീയ അജ്ഞതയുടെ ഫലങ്ങളാണ്. ഇസ്രായേലിനേക്കാൾ പോലും കൂടുതൽ ആക്രമണോത്സുകനായ ഒരു അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മാറിയെന്നത് ലോകം കണ്ട സത്യമാണ്. എന്നാൽ ഇപ്പോൾ നെതന്യാഹു തന്നെ ട്രംപിനോട് ഇറാനെ ആക്രമിക്കരുത് എന്ന് പറയേണ്ടി വരുന്നത് ട്രംപിന്റെ അനിയന്ത്രിതമായ യുദ്ധവാസന എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കുന്നു. ഒരു ആക്രമണം ഇസ്രായേലിനെതിരായ വൻ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന ഭയം പങ്കുവച്ചത് നെതന്യാഹു ആണെങ്കിൽ ട്രംപ് ആ നിമിഷം വരെ ആ ഭാവിയെ കുറിച്ച് പോലും ആലോചിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഇതാണ് ട്രംപിന്റെ തീരുമാനമെടുക്കൽ ശൈലി. ആലോചനയില്ല, ആഴമുള്ള വിലയിരുത്തലില്ല, മനുഷ്യജീവിതങ്ങളോടുള്ള ഉത്തരവാദിത്ത ബോധമില്ല എന്ന തരത്തിലുള്ളത്. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾ നടത്തിയ ചർച്ചയുടെ ഫലമാണ് ട്രംപ് അയയാൻ കാരണമെന്ന് സൗദി ഉന്നതോദ്യോഗസ്ഥരും അവകാശപ്പെടുന്നുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ അത് പശ്ചിമേഷ്യയിൽ ഗുരുതര ആഘാതം ഉണ്ടാകുമെന്ന ഭയം ട്രംപുമായി പങ്കുവച്ചെന്ന് അദ്ദേഹം അറിയിച്ചു. ഡിസംബർ 28-ന് ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ഇതുവരെ 2615 പേർ മരിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാനെ ആക്രമിക്കുന്നതിനുള്ള സൈനിക നടപടികൾ ട്രംപ് മാറ്റിവെച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ തീരുമാനം ഇപ്പോഴും ഇറാനിയൻ ഉദ്യോഗസ്ഥർ ശേഷിക്കുന്ന പ്രതിഷേധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ താവളമായ അൽ ഉദൈദയിൽ 10,000 സൈനികരാണുള്ളത്. ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ അവരെ ലക്ഷ്യം വെച്ചിരുന്നു. രാജ്യത്തുടനീളമുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് പ്രകടനക്കാരെ അടിച്ചമർത്താൻ ഞായറാഴ്ച മുതൽ ഭരണകൂടം നടത്തിയ ശ്രമങ്ങൾ പ്രതിഷേധങ്ങൾ കുറച്ചിട്ടുണ്ട്. ഡിസംബർ അവസാനം മുതൽ ഖമേനിക്കെതിരെ പ്രതിഷേധക്കാർ പ്രകടനം നടത്തിവരികയാണ്. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണ്. ട്രംപ് യുദ്ധത്തെ ഒരു ഡീലായി കാണുന്നു. ആക്രമണവും പ്രത്യാക്രമണവും അവന്റെ ഭാഷയിൽ ബാർഗൈനിങ് ടൂളുകളാണ്. പക്ഷേ യുദ്ധം ഡീലല്ല, അത് മനുഷ്യരുടെ രക്തവും കണ്ണീരും കൊണ്ടുള്ള ദുരന്തമാണ്. ഇറാനെതിരെ ഒരു സൈനിക നീക്കം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുമായിരുന്നില്ല. ഇവയെല്ലാം ലോകത്തെ വീണ്ടും അസ്ഥിരതയിലേക്ക് തള്ളിവിടുമായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അവഗണിച്ചാണ് ട്രംപ് തന്റെ ശക്തനായ നേതാവ് എന്ന നാടകം ആടിക്കൊണ്ടേയിരിക്കുന്നത്. ലോകത്തിന് ഇനി ട്രംപിനെ പോലുള്ള നേതാക്കളെ ആവശ്യമില്ല. ഭീഷണിയുടെയും യുദ്ധത്തിന്റെയും ഭാഷ സംസാരിക്കുന്ന ഭരണാധികാരികൾ ലോകത്തെ രക്ഷിക്കില്ല, അവർ അതിനെ നശിപ്പിക്കും. ഇറാൻ വിഷയത്തിൽ ട്രംപ് കാണിച്ച അനിശ്ചിതത്വവും അസ്ഥിരതയും അദ്ദേഹത്തിന്റെ ഭരണകാലം മുഴുവൻ അടയാളപ്പെടുത്തിയ ഒരു സത്യത്തിന്റെ ആവർത്തനമാണ്. ഡൊണാൾഡ് ട്രംപ് ആഗോള സമാധാനത്തിന് ഒരു പരിഹാരമല്ല, മറിച്ച് ഒരു സ്ഥിരം ഭീഷണിയാണ്.